Alhamdulillah. Alhamdulillahi Rabbil Alameen. Nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi. Wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu. Wa ashhadu an la ilaha illa Allah wahdahu la sharika lahu. Wa ashhadu anna Muhammadan abduhu wa rasuluhu. Arsalahu bil huda wa dinil haqq. ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل أمور محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون വിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് അവൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അത്തരത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്ന മുത്തഖീങ്ങളിലും മുഖ്ലിസീങ്ങളിലും അള്ളാഹു നമ്മളെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ അതുപോലെ തന്നെ മറ്റു സൂറത്തുകളിലൊക്കെ തന്നെ റമളാൻ മാസത്തെ സംബന്ധിച്ചും റമളാനിൻ്റെ ലക്ഷ്യത്തെ പറ്റിയുമൊക്കെ അള്ളാഹു നമുക്ക് സൂചിപ്പിച്ചു തരുന്നുണ്ട്. അവിടെ നമ്മൾ റമളാനുമായി വളരെ ബന്ധപ്പെട്ട നമ്മൾ പ്രതീക്ഷിക്കാത്തതിനും അപ്പുറം ആ വിഷയത്തെ റമളാനെയും നോമ്പിനെയും ഒക്കെ പ്രതിപാദിക്കുന്ന ഒരു വിഷയം പലപ്പോഴും നമ്മളുടെ ശ്രദ്ധയിൽ പെടാതെ പോകുന്ന ഒരു കഥ നമുക്ക് ഖുർആനിൽ കാണാൻ സാധിക്കും. അത് ത്വാലൂത്തും ജാലൂത്തും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ കഥയാണ്. റമളാനുമായി അതെങ്ങനെ, നോമ്പുമായി അതെങ്ങനെ ബന്ധപ്പെടുന്നു എന്നുള്ളത് നമുക്ക് ആ സംഭവം മനസ്സിരുത്തി വായിക്കുമ്പോൾ മനസ്സിലാവുന്നതാണ്. വിശാലമായ കഥയാണ്. ഖുർആൻ ഒരുപാട് സൂചനകളിലൂടെയും മറ്റുമൊക്കെ പറഞ്ഞു തന്ന ആ കഥയുടെ പ്രസക്തമായ ഭാഗം മാത്രം നമുക്ക് നോക്കാം. അള്ളാഹു പറയാണ്, ഫലമ്മ ഫസ്സല ത്വാലൂത്ത് ബിൽ ജുനൂദ്. ത്വാലൂത്ത് എന്ന് പറയുന്ന ഒരു രാജാവിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അന്നത്തെ സമൂഹത്തിന് വേണ്ടി ഒരു രാജാവായിക്കൊണ്ട് നിശ്ചയിച്ചു കൊടുക്കുകയാണ്. അവരുടെ ആവശ്യപ്രകാരം തന്നെ ഒരു രാജാവിനെ അള്ളാഹു നേരിട്ട് നിശ്ചയിച്ചൊരു രാജാവ് ത്വാലൂത്ത്. ജാലൂത്തുമായി യുദ്ധം നടത്താനും അയാളെ പരാജയപ്പെടുത്താനും ആർക്കും സാധിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ വളരെ ദിശനാശാലിയായ ശക്തനായ ഒരു രാജാവിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു കൊടുക്കുകയാണത്. അങ്ങനെ അവർ സൈന്യവുമായി കൊണ്ട് ത്വാലൂത്ത് പോകുന്നതിനിടയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സൈന്യത്തിലെ ആളുകളെ പരീക്ഷിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ത്വാലൂത്ത് പറഞ്ഞു, ഇന്നല്ലാഹ മുബ്തലീക്കും ബിനഹരിൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ഈ യാത്രയിൽ, ഈ സൈനിക ഓട്ടത്തിൽ ഒരു പരീക്ഷണം അള്ളാഹു നിങ്ങൾക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. അത് ഒരു പുഴയാണ്. ആ പുഴയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഫമൻ ശരിബ മിൻഹു ഫലൈസ മിന്നി. ആരെങ്കിലും അതിൽ നിന്ന് കുടിച്ചു കഴിഞ്ഞാൽ അവൻ എന്നിൽപ്പെട്ടവനല്ല. എന്ന് വെച്ചാൽ ഞാൻ നിശ്ചയിച്ച് തന്നിട്ടുള്ള പ്രവർത്തനമല്ല അവൻ ചെയ്യുന്നത്, നേരെ മറിച്ച് അവൻ്റെ തോന്നിവാസമാണ് ചെയ്യുന്നത്. അത് ഇസ്ലാമുമായിട്ടോ ഞാനുമായിട്ടോ അള്ളാഹുമായിട്ടോ ബന്ധമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് അത് ചെയ്യരുത് എന്നുള്ള രൂപത്തിൽ അദ്ദേഹം സൈന്യത്തോട് പറയുകയാണ്. വമല്ലം യത്അംഹു ഫഇന്നഹു മിന്നി. ആരെങ്കിലും ആ പുഴയിൽ നിന്ന് കുടിക്കാതിരുന്നാൽ അവനാണ് എന്നിൽപ്പെട്ടവൻ. ഞാൻ പറഞ്ഞത് കൃത്യമായി അനുസരിക്കുന്നവൻ അവനാണ്. അള്ളാഹുവിൻ്റെ കൽപ്പന കൃത്യമായി അനുസരിക്കുന്നവൻ അവനാണ്, കുടിക്കാതിരിക്കുന്നവൻ. ഇല്ലാ മൻ ഇഗ്തറഫ ഗുർഫതൻ ബിയദി. ഒരു കൈകൊണ്ട് ഒരു കോരൽ എടുത്തുകൊണ്ട് കുടിച്ചവൻ ഒഴികെ.
കുടിക്കുകയാണെങ്കിൽ ഏറ്റവും മാക്സിമം എന്ന് പറയുന്നത് ഒരു കോരൽ മാത്രമാണ്, അതിനപ്പുറം കുടിക്കരുത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്കൊരു പരീക്ഷണമായിക്കൊണ്ട് അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ടെന്ന് യാത്രക്ക് മുമ്പ് തന്നെ ത്വാലൂത്ത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള നിർദ്ദേശം ആ സൈന്യത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ വിശുദ്ധ ഖുർആൻ പറയുന്നു, ഫശരിബു മിൻഹു ഇല്ലാ ഖലീലൻ മിൻഹും, ആ സൈന്യത്തിലുണ്ടായിരുന്ന ഭൂരിഭാഗവും ആ സമുദ്രത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ പുഴയിൽ നിന്ന് വെള്ളം കുടിച്ചു. ആ പരീക്ഷണത്തിൽ അവരിൽ ഭൂരിഭാഗവും പരാജയപ്പെട്ടു. കാരണം യുദ്ധം ചെയ്യാൻ പോകുന്ന സമയത്ത് രണ്ട് തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളെ മനസ്സിൽ വരും. ഒന്ന്, യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ക്ലേശം, ആ ക്ലേശത്തിൽ ദാഹം വരും, ഒരുപാട് കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അവിടെ വരാനിരിക്കുന്നൊരു കാര്യം തടയാൻ വേണ്ടി ഇപ്പം തന്നെ വെള്ളം കുടിച്ച് വെക്കണം. പലപ്പോഴും നമ്മളെ ജീവിതത്തിൽ റമദാനുമൊക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്നൊരു ചിന്തയാണ്, നാളെ നോമ്പാണ്, ഇന്ന് തന്നെ നന്നായി തിന്നില്ലെങ്കിൽ എനിക്ക് ഉഷാറുണ്ടാവില്ല, എനിക്ക് ആരോഗ്യം ഉണ്ടാവില്ല, അതുകൊണ്ട് ഇപ്പം തന്നെ തിന്നണം. ആ ഒരു ചിന്ത നമ്മളൊക്കെ മനസ്സിൽ ചിലപ്പോൾ വരും. രണ്ടാമത്, കുറേ യാത്ര പോയി, കുറേ നടന്നു, അള്ളാഹിൻ്റെ പരീക്ഷണം വരാനുണ്ടെന്ന് അറിഞ്ഞിട്ടും ആ ക്ഷീണം സഹിക്കാൻ അവർക്ക് സാധിച്ചില്ല. അവർക്ക് ആ ദാഹം തീരുന്നതിനപ്പുറം കുടിക്കണമെന്ന് അവർക്ക് തോന്നി. ഒരു കവിള് കുടിച്ച് ദാഹം മാറ്റുന്നതിൽ അവർ നിർത്തിയില്ല. നേരെ മറിച്ച് അവർക്ക് അവരുടെ പ്രയാസത്തെ അധികമായി തോന്നാണ്. അത് അധികമായി തോന്നുന്നത് സഹനശീലമില്ലായ്മ കൊണ്ടാണ്. ഇതും നമുക്ക് ചിലപ്പോൾ റമളാന് അനുഭവപ്പെടും. നമ്മൾ ഒരുപാട് കഷ്ടപ്പെടാണ്, നമുക്ക് ശരീരത്തിന് താങ്ങാൻ കഴിയാത്തത്ര നമ്മൾ വിശപ്പും ദാഹവും സഹിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് തോന്നുന്നതാണ്. കാരണം നമ്മളെ ശരീരത്തിൽ 2, 3, 4 ദിവസം 5 ദിവസമൊക്കെ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും ജീവിക്കാനുള്ള കൊഴുപ്പും അതുപോലെ തന്നെ എനർജിയും നമ്മുടെ ശരീരത്തിലുണ്ട്. നമ്മളെ ശരീരം നോക്കിക്കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒരു ദിവസം നോമ്പെടുത്തത് കൊണ്ട് നമുക്കൊന്നും വരാനില്ല. നമുക്ക് ആരോഗ്യം കൂടുക എന്നല്ലാതെ ആരോഗ്യത്തെ നശിപ്പിക്കുന്ന ഒന്നും നമുക്ക് സംഭവിക്കാനുണ്ടാവില്ല, രോഗികൾ ഒഴികെ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പരീക്ഷിച്ചു, അവർ കുടിച്ചു. ഫലമ്മ ജാവസു, എന്നിട്ട് കുടിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? അവരുടെ പിന്നീടുള്ള ഈ 2 സംഘത്തിൻ്റെയും പ്രതികരണം നമ്മളൊന്ന് നോക്ക്. ഫലമ്മ ജാവസഹു വല്ലദീന ആമനു മഅഹു, അങ്ങനെ അദ്ദേഹവും ത്വാലൂത്തും അദ്ദേഹത്തിൻ്റെ ഒപ്പമുണ്ടായിരുന്ന വിശ്വാസികളും ഒക്കെ പുഴ കടന്ന് അപ്പുറത്തേക്ക് ചെന്ന് എതിർ സൈന്യവുമായി ഏറ്റുമുട്ടാൻ അഭിമുഖീകരിച്ച് നിൽക്കുന്ന സന്ദർഭം. ആ സന്ദർഭത്തിൽ 2 കൂട്ടരുടെയും പ്രതികരണം നിങ്ങൾ നോക്ക്. ഖാലു, അവർ പറഞ്ഞു, ലാ ത്വാഖത ലനൽ യൗമ ബിജാലൂത വജുനൂദി, ഇന്ന് നമുക്ക് ജാലൂത്തിനെയും അദ്ദേഹത്തിൻ്റെ അയാളുടെ സമൂഹത്തെയും സൈന്യത്തെയുമായി ഏറ്റുമുട്ടാനുള്ള കരുത്തില്ല. ആരാണിത് പറയുന്നത്? വെള്ളം കുടിച്ച ആളുകളാണ് പറയുന്നത്. വയറ് നിറച്ച് വെള്ളം കുടിച്ച ആളുകൾ പറയാണ്, ഇന്ന് കരുത്തില്ല, ഇന്ന് നമുക്ക് പറ്റില്ല. നേരെ തിരിച്ചല്ലേ യഥാർത്ഥത്തിൽ വരേണ്ടത്? ഭക്ഷണം കഴിക്കുകയും വെള്ളം കുടിക്കുകയും ആവശ്യത്തിനൊക്കെ ചെയ്ത് നല്ലോണം വെള്ളവും ഭക്ഷണമൊക്കെ ഉള്ളിൽ ചെന്ന ആൾക്കല്ലേ യഥാർത്ഥത്തിൽ യുദ്ധം ചെയ്യാൻ, ജിഹാദ് ചെയ്യാൻ കരുത്തുണ്ടാവേണ്ടിയിരുന്നത്. പക്ഷെ അങ്ങനെയല്ല സംഭവിക്കുന്നത്. നേരെ മറിച്ച് ഖാലല്ലദീന യദുന്നൂന അന്നഹും മുലാഖുല്ലാഹ്, അള്ളാഹിനെ കണ്ടുമുട്ടുമെന്നും അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് ഈ സമുദ്രമെന്നും ഈ പുഴയെന്നും വിചാരിച്ച് ഒരു കവിളിനപ്പുറം കുടിക്കാതിരുന്ന, അല്ലെങ്കിൽ തീരെയും കുടിക്കാതിരുന്ന മനുഷ്യന്മാർ, വിശ്വാസികൾ, അവർ പറഞ്ഞു, കം മിൻ ഫിഅത്തിൻ ഖലീലത്തിൻ ഗലബത് ഫിഅത്തൻ കസീറ ബിഇദ്നില്ലാഹ്, അള്ളാഹുവിൻ്റെ അനുമതിയുണ്ടെങ്കിൽ എത്രയെത്ര ചെറിയ സംഘങ്ങൾ എത്രയെത്ര വലിയ സംഘങ്ങളെ അഭിമുഖീകരിക്കുകയും വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. വല്ലാഹു മഅ സ്വാബിരീൻ, സഹനമുള്ളവരുടെ, ക്ഷമയുള്ളവരുടെ കൂടെയാണ് അള്ളാഹു ഉള്ളത്. അതുകൊണ്ട് നമുക്ക് സഹനം ഉണ്ടായാൽ മതി, നമുക്ക് ആരോഗ്യമോ സംഘമോ ഒന്നും വേണമെന്നില്ല, അള്ളാഹ് നമ്മളെ സഹായിക്കും. അങ്ങനെ ഫലമ്മ ബറസൂലി ജാലൂത വജുനൂദഹു, അപ്പോൾ വെള്ളം കുടിക്കാതിരുന്ന മനുഷ്യന്മാർ, അവരുടെ മനസ്സിലെ ചിന്ത ഇനിയും ഇബാദത്ത് ചെയ്യണം, ഇനിയും അള്ളാഹ്ക്ക് വേണ്ടി സേവനം ചെയ്യണം, ജിഹാദ് ചെയ്യണം എന്നുള്ള ചിന്തയാണ്. ഇതും നമ്മുടെ ജീവിതത്തിൽ റമളാനായി കഴിഞ്ഞാൽ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്ന ഒരു പ്രതിഭാസമാണ്. ഒരുപാട് തിന്നുകയും കുടിക്കുകയും ചെയ്ത ആൾക്കായിരിക്കും തറാവീഹിനും ഇശാക്കും അതുപോലെ തന്നെ ജമാഅത്ത് നമസ്കാരങ്ങൾക്കും സുബഹിക്കും ഒക്കെ എഴുന്നേൽക്കാൻ ചെറിയ മടി ഉണ്ടാവുക. അവിടെ നിൽക്കാനും ആ 11 റക്അത്ത് പൂർണ്ണമായും അവിടെ നിൽക്കാൻ മടിയുണ്ടാവുന്ന ആളുകൾ കുറച്ച് കൂടുതൽ കഴിച്ചവരായിരിക്കും. അതേസമയം ഭക്ഷണം കുറവ് കഴിച്ചവർക്ക് കൂടുതൽ ഉന്മേഷം ഉണ്ടാവാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നോമ്പിന് എന്തൊക്കെ അനുഭവപ്പെടുന്നു അതൊക്കെ ഒരു പരീക്ഷണമായി മുൻ തലമുറയിൽ കാണപ്പെടുന്നു എന്നുള്ളത് വളരെ അത്ഭുതമാണ്. എങ്ങനെ അവർ ജാലൂത്തും അദ്ദേഹത്തിൻ്റെ സൈന്യവുമായി കൊണ്ട് ഏറ്റുമുട്ടി. കാലു, അപ്പോൾ ഈ ക്ഷമിച്ച ആളുകൾ
ആ വെള്ളം കുടിക്കാതെ നിന്ന ആളുകൾ പ്രാർത്ഥിച്ചു, റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, അഫ്രിഖ് അലൈന സ്വബ്രൻ, ഞങ്ങൾക്ക് സഹനം തരണേ, ക്ഷമ തരണേ റബ്ബേ. വസബ്ബിത്ത് അഖ്ദാമന, ഞങ്ങളുടെ കാലുകളെ നീ ഉറപ്പിച്ചു നിർത്തണേ. വൻസുന്ന അലൽ ഖൗമിൽ കാഫിരീൻ, ഈ അക്രമികളായിട്ടുള്ള കാഫിറുകളായിട്ടുള്ള മനുഷ്യന്മാരുടെ എതിരെ ജയിക്കാനുള്ള വിജയം ഞങ്ങൾക്ക് തരണേ എന്നവർ പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. അപ്പോൾ പ്രാർത്ഥനക്ക് പോലുള്ള കരുത്ത്, മാനസികമായ കരുത്ത് ആ വയറ് നിറച്ച് വെള്ളം കുടിച്ച പരീക്ഷണത്തിൽ പരാജയപ്പെട്ട മനുഷ്യന്മാർക്ക് ഉണ്ടായില്ല എന്നുള്ളത് അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു മാനസികമായ പ്രവർത്തനമാണത്. ഒരു മാനസികമായ പ്രവർത്തനം പോലും കോൺസെൻട്രേറ്റ് ചെയ്ത്, ഫോക്കസ് ചെയ്ത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനുള്ള മനസ്സ് പോലും നഷ്ടപ്പെടുകയാണ് അമിത ഭോജനത്തിലൂടെ, അമിത ഭക്ഷണത്തിലൂടെ, അമിത വെള്ളം കുടിയിലൂടെ, പാനീയങ്ങളിലൂടെയൊക്കെ സംഭവിക്കുന്നത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരാണ്. നമുക്ക് ക്ഷമ വേണോ, സഹനം വേണോ, നമ്മളുടെ ജീവിതത്തിൽ വിജയം വേണോ എങ്കിൽ നമ്മൾ ക്ഷമാശീലരാകണം. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഭക്ഷണവും പാനീയവും അത്രയും പ്രധാനപ്പെട്ട വിദൂര വ്യാപകമായ സ്വാധീനം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എന്നിട്ട് അള്ളാഹു പറയാണ്, ഫഹസമൂഹും ബിഇദ്നില്ല, അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി ആ വിശന്ന് ദാഹിച്ച് നിൽക്കുന്ന സൈന്യത്തിലെ സംഘം കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ജാലൂത്തിൻ്റെ സൈന്യത്തെ നശിപ്പിച്ചു, അവരെ പരാജയപ്പെടുത്തി. വഖത്തല ദാവൂദ് ജാലൂത്തിനെ ദാവൂദ് വധിക്കുകയും ചെയ്തു. ദാവൂദ് നബി അലൈഹിസ്സലാം അദ്ദേഹമാണ് അതിൽ ഏറ്റവും വീരശൂര പരാക്രമം കാഴ്ചവെക്കുകയും പിന്നെ മറ്റു ശത്രു സൈന്യത്തിലുണ്ടായിരുന്ന ജാലൂത്ത് എന്ന് പറയുന്ന ഏറ്റവും വലിയ പരാക്രമിയായ മനുഷ്യനെ, ഏറ്റവും വലിയ പോക്കിരിയായ മനുഷ്യനെ തോൽപ്പിച്ചതും വധിച്ചതും ദാവൂദ് നബി അലൈഹിസ്സലാമാണ്. എന്നിട്ട് അള്ളാഹു പറയാണ്, ആതാഹുല്ലാഹുൽ മുൽക്ക് വൽ ഹിക്മ വഅല്ലമഹു മിമ്മാ യശാ, അള്ളാഹു അദ്ദേഹത്തിന് അധികാരം നൽകി, അദ്ദേഹത്തെ പിന്നീട് രാജാവാക്കി. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിക്മത്ത് നൽകി. അദ്ദേഹത്തിൻ്റെ തത്വജ്ഞാനം എന്ന് പറഞ്ഞാൽ നൂറ്റാണ്ടുകളോളം പിന്നീട് നിലനിന്ന തത്വജ്ഞാനമായിരുന്നു. അദ്ദേഹത്തിന് അള്ളാഹു ഇൽമ് നൽകി, അറിവ് നൽകി, ഇതൊക്കെ അള്ളാഹു നൽകി. എന്തേ ദാവൂദ് നബി അലൈഹി ഇസ്ലാമെ ഇവിടെ പ്രത്യേകം പരാമർശിക്കാൻ കാരണം ദാവൂദ് നബി ഈ ക്ഷമയുടെ, ഭക്ഷണത്തിൻ്റെയും പാനീയത്തിൻ്റെയും ക്ഷമയുടെ കാര്യത്തിൽ നമ്പർ 1 ആണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നോമ്പ് നോൽക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല മാതൃക ദാവൂദ് നബി അലൈഹി സ്വലാമിയുടെ നോമ്പാണ്. അദ്ദേഹം ഒരു ദിവസം നോമ്പ് നോൽക്കും, പിറ്റേ ദിവസം നോമ്പ് മുറിക്കും, അടുത്ത ദിവസം നോമ്പ് നോൽക്കും. ഇങ്ങനെ ഇടവിട്ട് നോമ്പ് നോൽക്കുക. ജീവിതം മുഴുവൻ, അത് ഏതെങ്കിലും ഒരു മാസമൊന്നുമല്ല, ജീവിതം മുഴുവൻ ഇടവിട്ട് നോമ്പ് നോറ്റ ഒരു മനുഷ്യനാണ് ദാവൂദ് നബി അലൈഹിസ്സലാം. അപ്പം അദ്ദേഹത്തിന് അത്രയും കരുത്തും അദ്ദേഹത്തിന് അത്രയും ക്ഷമാശീലവും ഒക്കെ അദ്ദേഹത്തിന് ലഭിച്ചത് അദ്ദേഹത്തിൻ്റെ ഈ ശീലം കൊണ്ടാണ്. അദ്ദേഹം ആ സമുദ്രത്തിൽ നിന്ന്, ആ പുഴയിൽ നിന്ന് അദ്ദേഹം ഒരു ഇറക്ക് പോലും കുടിച്ചിട്ടില്ല എന്നുള്ളതും പ്രത്യേകം നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ നോമ്പ് എന്ന് പറയുന്നത് അത് നമ്മളുടെ വ്യത്യസ്തങ്ങളായ ദുശ്ശീലങ്ങളിൽ നിന്നും മ്ലേച്ഛ പ്രവർത്തനങ്ങളിൽ നിന്നും എല്ലാത്തിൽ നിന്നും നമ്മളെ തടയുന്ന ഒന്നാണ് എന്നതിൽ സംശയമൊന്നുമില്ല. അതൊക്കെ നുണ പറയുന്നതും ഏഷണി പറയുന്നതും പരദൂഷണം പറയുന്നതും എല്ലാത്തിൽ നിന്നും നമ്മൾ വിട്ടു നിൽക്കാൻ വേണ്ടി നമ്മൾ പ്രേരിപ്പിക്കേണ്ടതാണ് നോമ്പ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഏറ്റവും മുഖ്യമായ റുക്കിന്, അതിൻ്റെ സ്തംഭം എന്ന് പറയുന്നത് ഭക്ഷണവും പാനീയവും അത് കുറക്കുക എന്നുള്ളതാണ്. അത് ആ ഭക്ഷണത്തിൻ്റെയും പാനീയങ്ങളുടെയും മാസമാക്കി അതിനെ മാറ്റാതിരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാരണം ദൂരവ്യാപകമായ സ്വാധീനം നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ഭക്ഷണശീലം ഉണ്ടാക്കും. നമ്മൾ വിചാരിക്കും ഈ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ലേ നമുക്ക് സഹനശീലം ഇല്ലാത്തത്, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഓവറായി തിന്നുന്നത് ഇതിലല്ലേ? അല്ല, നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ അത് ബാധിക്കും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് ഇത് നിയമമാക്കപ്പെട്ടതുപോലെ തന്നെ നോമ്പ് നിങ്ങൾക്ക് നിയമമാക്കപ്പെട്ടിരിക്കുന്നത് നിങ്ങൾക്ക് തഖ്വ ഉണ്ടാവാൻ വേണ്ടിയാണ്, സൂക്ഷ്മത ഉണ്ടാവാൻ വേണ്ടിയാണ്, അള്ളാഹിനെ പറ്റിയുള്ള ഭക്തി ഉണ്ടാവാൻ വേണ്ടിയാണ്. അപ്പോൾ ഭക്തി ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഭക്ഷണത്തിൽ നിന്ന് വിട്ടു നിൽക്കണം, പാനീയത്തിൽ നിന്ന് വിട്ടു നിൽക്കണം. കാരണം ഭക്തിയുടെ ഏറ്റവും വലിയ 2 കാര്യങ്ങളെന്ന് പറയുന്നത് സഹനശേഷിയും ആത്മനിയന്ത്രണമാണ്. നമുക്കൊരു തിന്മ ചെയ്യാൻ തോന്നുകയാണ്, പക്ഷെ നമ്മളെ തന്നെ തടയാണ്. അതാണ് ആത്മനിയന്ത്രണം എന്ന് പറയുന്നത്. ആ ആത്മനിയന്ത്രണം നമ്മൾ ഭക്ഷണത്തിലൂടെ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. ഭക്ഷണം നിയന്ത്രിക്കുന്നവന് സ്വന്തത്തെ നിയന്ത്രിക്കാൻ പറ്റുമെന്നുള്ളത് ഭൗതികമായ പഠനങ്ങളിലൂടെ തന്നെ പോയാൽ അതൊക്കെ തെളിയിക്കപ്പെട്ട കാര്യമാണ്. ഭക്ഷണത്തിൽ ക്ഷമയില്ലാത്തവന് മറ്റു കാര്യങ്ങളിലൊന്നും ക്ഷമ ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. അമേരിക്കയിൽ ഒരു ലോവ എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്. അവർ നടത്തിയൊരു പഠനം, ഏകദേശം 240 കുട്ടികളെ അവർ കൊണ്ടുവന്നു, ലാബിൽ കൊണ്ടുവന്നിട്ടൊരു റോഡ്, അവർ ഉണ്ടാക്കിയ ഒരു റോഡ്, ആ റോട്ടിലൂടെ വാഹനങ്ങൾ ഇങ്ങനെ കടന്നു പോകുന്നത് പോലെ
ദൃശ്യങ്ങൾ ഇങ്ങനെ അവർ ഇട്ടു. അത് യഥാർത്ഥത്തിലുള്ള വാഹനമല്ല, നേരെ മറിച്ച് പ്രൊജക്ടറൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാണ്. ഈ 240 വിദ്യാർത്ഥികളെയും അല്ലെങ്കിൽ കുട്ടികളെ കൊണ്ടുവന്നിട്ട് റോഡിൻ്റെ സൈഡിൽ നിർത്തിയിട്ട് വാഹനമില്ലാത്ത സമയത്ത് അപ്പുറത്തേക്ക് പോകണം. ഇതാണ് പരീക്ഷണം. അങ്ങനെ അവർ നോക്കിയപ്പോൾ ആ അപ്പുറത്തേക്ക് പോകുന്നതിനിടയിൽ ചില കുട്ടികൾക്ക് വാഹനം ഇടിക്കുന്നുണ്ട്. ശരിക്കുള്ള വാഹനമല്ല, നേരെ മറിച്ച് ആ വാഹനങ്ങൾ കടന്നു പോകുന്ന പോലെയുള്ള പ്രകാശം അവരെ മേൽ ഇടിക്കുന്നുണ്ട്. ചില വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ചില കുട്ടികൾ അവർക്ക് ഈ വാഹനത്തിൻ്റെ മുട്ടാതെ തന്നെ അപ്പുറത്തേക്ക് ആ വാഹനങ്ങൾ നിൽക്കുന്ന സമയം നോക്കി കടക്കാനും കഴിയുന്നുണ്ട്. അപ്പോൾ അവർ നോക്കിയപ്പോൾ ഇതിൽ വാഹനങ്ങൾ കൂടുതലും ഇടിക്കുന്ന കുട്ടികളെന്ന് പറയുന്നത് പൊണ്ണത്തടിയുള്ള കുട്ടികളാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും പൊണ്ണത്തടിയുള്ള കുട്ടികൾക്ക് പതുക്കെ അല്ലേ നടക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ടായിരിക്കും വാഹനം ഇടിക്കുന്നതെന്ന് നമുക്ക് തോന്നിയാൽ നമുക്ക് തെറ്റി. അവരുടെ വേഗതയ്ക്ക് ഒരു വ്യത്യാസമില്ല, ഒരു വ്യത്യാസം അവരുടെ വേഗതയ്ക്കില്ല. നടത്തത്തിൻ്റെ വേഗത രണ്ടു കൂട്ടരും മെലിഞ്ഞ വിദ്യാർത്ഥികളുടെയും കുട്ടികളുടെയും തടിച്ച കുട്ടികളുടെയും നടത്തത്തിൻ്റെ സ്പീഡിൽ ഒരു വ്യത്യാസമില്ല. നേരെ മറിച്ച് അവരുടെ ക്ഷമയിലാണ് വ്യത്യാസം. ഭക്ഷണത്തിൽ നിയന്ത്രണമില്ലാത്ത, സഹനമില്ലാത്ത വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ കുട്ടികൾ, അവർക്ക് വാഹനം ഒഴിയുന്നത് കാത്തു നിൽക്കാൻ പറ്റുന്നില്ല. അവർക്ക് കാത്തു നിന്നിട്ട് വാഹനം ഇല്ലാത്ത സമയത്ത് പോകാം എന്നുള്ള ചിന്ത അവർക്ക്, ആ ശേഷി അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതേസമയം ഭക്ഷണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ള ആളുകൾ, അവർക്ക് വാഹനം നിന്നിട്ട് ഒഴിയുന്ന സമയം വരെ കാത്തു നിൽക്കാനുള്ള ആത്മനിയന്ത്രണ ശേഷിയുണ്ട് എന്നാണ് ആ യൂണിവേഴ്സിറ്റിയുടെ പഠനം കാണിച്ചു തരുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ഭക്ഷണത്തിന് നമ്മളുടെ റോഡ് ക്രോസ് ചെയ്യുന്ന ശീലവുമായി, അവിടെയുള്ള സഹനവുമായി, അവിടെയുള്ള ആത്മനിയന്ത്രണവുമായി പോലും സ്വാധീനമുണ്ട് എന്നുള്ളതാണ് ശാസ്ത്രം നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ തഖ്വയിൽ എത്രത്തോളം സ്വാധീനം ഈ ഭക്ഷണ മര്യാദക്ക് ഉണ്ടാകും. നമുക്കൊരു കാര്യം ജീവിതത്തിൽ നിന്ന് കളയണം, ഒരു അഡിക്ഷനാണെന്ന് വിചാരിക്കുക, ഒരു സിഗരറ്റിൻ്റെ അഡിക്ഷൻ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു അഡിക്ഷൻ. ഇത് നിർത്തണമെങ്കിൽ നമുക്ക് ആത്മനിയന്ത്രണം വേണം, നമുക്ക് സ്വന്തത്തെ നിയന്ത്രിക്കാൻ പറ്റണം. അത് നിയന്ത്രിക്കാനുള്ള കരുത്ത് നമ്മളുടെ മസ്തിഷ്കത്തിനും നമ്മളുടെ ശരീരത്തിനുമൊക്കെ ഉണ്ടാക്കി തരുന്ന ഒരു ശീലമാണ് നമ്മളുടെ ഭക്ഷണത്തിൻ്റെ നിയന്ത്രണം എന്നുള്ളത്. അതുകൊണ്ടല്ലേ യുവാക്കളെ വിളിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ കഴിയുന്നവരൊക്കെ, സാമ്പത്തിക ശേഷിയുള്ളവരൊക്കെ കല്യാണം കഴിക്കുക, അത് കഴിയാത്തവർ ഫഅലൈഹി ബിസ്സൗം, നോമ്പ് നോൽക്കട്ടെ, ഫഇന്നഹു ലഹു വിജാ, കാരണം അത് തടയാൻ, ആത്മനിയന്ത്രണം ഉണ്ടാക്കാൻ ഏറ്റവും നല്ല മാർഗം, ലൈംഗികമായ ആത്മനിയന്ത്രണത്തിന് ഏറ്റവും നല്ല കാര്യം നോമ്പാണ്. ഈ നോമ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലല്ല, ഭക്ഷണത്തിൽ നിയന്ത്രണവും ആത്മനിയന്ത്രണവും സഹനശേഷിയും നമ്മൾ വളർത്തിയെടുത്താൽ നമുക്കത് ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും കൊണ്ടു നടക്കാൻ കഴിയും. അതുകൊണ്ട് ഇസ്ലാം വിശപ്പിനെ വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് കണ്ടിട്ടുള്ളത്. വിശപ്പ് എന്ന് പറഞ്ഞ ഒരു ഇബാദത്താണ്. വിശപ്പിനെ പറ്റിയിട്ട് ഗ്രന്ഥങ്ങൾ ഇസ്ലാമിക ലോകത്ത് രചിക്കപ്പെട്ടിട്ടുണ്ട്. അൽ ജൂ എന്ന് പറയുന്ന ഇബ്നു അബി ദുനിയയുടെ ഒരു ഗ്രന്ഥം നമുക്ക് കാണാൻ പറ്റും, വിശപ്പിനെ പറ്റി മാത്രം ഒരു ഗ്രന്ഥം. അദ്ദേഹം അവിടെ കൊടുക്കുന്ന ഹദീസുകൾ ബുഖാരിയിലും മുസ്ലിമിലും മറ്റു ഗ്രന്ഥങ്ങളിലൊക്കെ വന്ന ഹദീസുകൾ തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു മനുഷ്യൻ തിന്നുന്നതിൽ വെച്ച്, നിറക്കുന്നതിൽ വെച്ച് ഏറ്റവും മോശം പാത്രമെന്ന് പറയുന്നത് അത് വയറാണ്. എന്നിട്ട് റസൂലുള്ള പറയാണ്, ഹസ്ബുർ റജുലി ഉക്കലാത്തും യഖിംന സുൽബഹു, ഒരു മനുഷ്യൻ്റെ നട്ടെല്ല് നിവർന്നു നിൽക്കാൻ, ഒരു ദിവസത്തിൽ പണിയെടുക്കാൻ, ചെയ്യേണ്ടത് ചെയ്യാൻ ആരോഗ്യം തരുന്ന, എനർജി തരുന്ന അത്ര ഭക്ഷണം ഒരു മനുഷ്യന് മതി. അത് കുറച്ച് പിടികളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഇനി ആർക്കെങ്കിലും കുറച്ച് പിടികളിൽ നിൽക്കാൻ കഴിയുന്നില്ല, ഫൈൻ അബൈത്ത, അതിന് സാധിക്കുന്നില്ല എങ്കിൽ ഫസുലുസു തആമുൻ വസുലുസു ശറാബുൻ വസുലുസു നഫസുൻ, അവൻ വയറിൻ്റെ 1/3 ഭക്ഷണം, 1/3 വെള്ളം, 1/3 ഒഴിച്ചിടുക എന്ന മാതൃകയാണ് കാണിക്കേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുതരാണ്. കഴിക്കാൻ ഇങ്ങനെ നിയന്ത്രിക്കുന്ന ശൈലിയൊക്കെ നമ്മൾക്ക് ഉണ്ട്. എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഭക്ഷണം ഇങ്ങനെ ഇട്ടിട്ട് കഴിക്കുക, അത് ആ ഒരു മാതൃക നിങ്ങൾ നോക്ക്. സെയ്ദ് ഇബ്നു വഹബ് പറയാണ്, ഉക്രിഹ സൽമാൻ അൽ ഫാരിസിയെ നിർബന്ധിച്ച് തീറ്റിക്കുകയാണ്. അപ്പം അദ്ദേഹം ഹസ്ബി എനിക്ക് മതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്ന അക്സറന്നാസി ശബ്അൻ ഫിദ്ദുനിയ അത്വലുഹുന്ന ജൂഅൻ ഫിൽ ആഖിറ, ഇഹലോകത്ത് കൂടുതൽ വയറ് നിറക്കുന്നവനാണ് പരലോകത്ത് കൂടുതൽ വിശക്കുന്നവൻ. പരലോകത്ത് വിശക്കുന്ന അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ നോമ്പ് അവിടെ അനുഭവിക്കേണ്ടി വരുന്ന, നൂറ്റാണ്ടുകളോളം അവിടെ മഹ്ശറയിൽ നിൽക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വിശക്കുന്നവൻ ഇവിടെ ഏറ്റവും കൂടുതൽ വയറ് നിറച്ചവനാണ്. അപ്പോൾ ആ ശീലം ഇത് യഥാർത്ഥത്തിൽ വിശ്വാസികൾക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വിശ്വാസികൾക്ക് വേറെ എന്ത് ഉൾക്കൊള്ളാം, പലിശയുടെ കാര്യമാകട്ടെ, അതുപോലെ തന്നെ മറ്റേത് കാര്യം പറയുമ്പോഴും നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നു. ഭക്ഷണത്തിൻ്റെ കാര്യം വരുമ്പോൾ അത് നമുക്കൊരു ഹലാലായ ആസ്വാദനമായതുകൊണ്ട് തന്നെ അതിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്.
അപ്പോൾ ഇസ്ലാം വളരെ പ്രാധാന്യപൂർവ്വം പറഞ്ഞ ഒരു കാര്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്നിട്ട് ഒരു മനുഷ്യൻ ഏമ്പക്കം ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുകയാണ്. റസൂലുള്ള പറഞ്ഞു, അക്സിർ മിൻ ജുശായിക്, നിന്റെ ഏമ്പക്കം ഒന്ന് കുറക്ക്. ഫൈന അത്വലന്നാസി ജുഅൻ യൗമൽ ഖിയാമ അക്സറുഹും ശബിഅൻ ഫി ദുനിയ, ദുനിയാവിൽ ഏറ്റവും കൂടുതൽ തിന്ന് ഏമ്പക്കം വിട്ട് ഇങ്ങനെ നടക്കുന്നവനാണ് പരലോകത്ത് കൂടുതൽ വിശന്ന് നടക്കുന്നവനുണ്ടാവുക. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത അബൂ ജുഹൈഫ അദ്ദേഹം പറയാണ്, മാ ശബിഅതു മുൻദു സലാസീന സന, 30 വർഷം ഞാൻ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടില്ല. വിശക്കുമ്പോൾ വിശപ്പ് മാറാൻ വേണ്ടി ഭക്ഷണം കഴിക്കും, അതിനപ്പുറം വയറ് നിറക്കുന്ന ഒരു സ്വഭാവം ഞാൻ പിന്നീട് നിർത്തി ഹദീസ് കേട്ടിട്ട്. ആയിഷ ബീബി പറയാണ്, മാ ശബിഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 ദിവസം തുടർച്ചയായി വയറ് നിറച്ച അനുഭവം ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ 3 ദിവസം വയറ് നിറച്ച് തിന്നത് ഉണ്ടായിട്ടില്ല. ഇടയ്ക്ക് അദ്ദേഹം വയറ് നിറച്ച് തിന്നുള്ളൂ. എപ്പോഴാണ് ആ വയറ് നിറച്ച് തിന്നുന്നത്? അതും നമുക്ക് ഹദീസിൽ കാണാം. ലിഫ് എന്ന് പറയുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹം വയറ് നിറച്ച് തിന്നുക. എന്ന് വെച്ചാൽ അദ്ദേഹത്തിനെ വിരുന്നിന് വിളിച്ചാൽ, കല്യാണത്തിന് വിളിച്ചാൽ, അങ്ങനെയൊക്കെയുള്ള സന്ദർഭത്തിൽ മാത്രമാണ് അദ്ദേഹം വയറ് നിറച്ച് തിന്നിരുന്നത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, മാ ശബിഅതു മുൻദ 4 അശ്ഹുർ, 4 മാസമായിട്ട് ഞാൻ വയറ് നിറച്ച് തിന്നിട്ടില്ല. വമാ ദാലിക അല്ലാ അകൂന ലഹു വാജിദൻ, അദ്ദേഹം പറയുന്ന വാചകം ശ്രദ്ധിക്കണം, എനിക്ക് തിന്നാൻ കിട്ടാഞ്ഞിട്ടല്ല. പല ആളുകളും പറയും അവർക്കൊക്കെ ദാരിദ്ര്യമായിരുന്നു അതുകൊണ്ടാണ് അവർ തിന്നാത്തത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, എനിക്ക് തിന്നാൻ കിട്ടാഞ്ഞിട്ടല്ല, എനിക്ക് ധാരാളം സമ്പത്തുണ്ട്. പക്ഷേ ലൈസ ഇന്നനി ല അജിദു മാ അകുൽ, തിന്നാനുള്ളത് ഒന്നും എൻ്റെ വീട്ടിലില്ലാഞ്ഞിട്ടല്ല. വലാകിന്നി അഹിത്തു ഖൗമൻ യശ്ബഊന മറത്തൻ വയജഊന മറത്തൻ, ഞാൻ ജീവിച്ചിരുന്ന ഒരു സമൂഹമുണ്ട്, സ്വഹാബികളുടെ സമൂഹം. അവരുടെ പ്രത്യേകത, അവർ ഇടക്ക് മാത്രമേ വയറ് നിറച്ചിരുന്നുള്ളൂ. ഇടക്ക് മാത്രം വയറ് നിറച്ച് കഴിക്കുന്ന സ്വഹാബികളായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് നമ്മളുടെ സംസ്കാരം എന്നും വയറ് നിറക്കുന്നതായതുകൊണ്ടാണ് നമുക്കിങ്ങനെ രോഗങ്ങൾ, ശാരീരികമായി തന്നെയുള്ള രോഗങ്ങൾ. ഏത് ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോഴും ഡോക്ടർമാർ പറയുന്നത് ഭക്ഷണം നിയന്ത്രിക്കണം. ഇത് 1400 വർഷം മുമ്പ് ആത്മീയതയുടെ ഭാഗമായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലേ. ഉമർ റളിയല്ലാഹുവിൻ്റെ അടുക്കൽ ഒരു മനുഷ്യൻ വന്നിട്ട് ഒരു ദ്രാവകം കൊടുത്തു, ഒരു വെള്ളം കൊടുത്തു. ആ വെള്ളം കൊടുത്തിട്ട് അദ്ദേഹത്തോട് ഇത് കുടിച്ചു നോക്ക് എന്ന് പറഞ്ഞു. അദ്ദേഹം ചോദിച്ചു, ഇത് എന്താണ് സാധനം? അപ്പം അദ്ദേഹം പറഞ്ഞു, ഇത് കുടിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം പെട്ടെന്ന് ദഹിച്ചു, അപ്പോൾ വീണ്ടും കഴിക്കാൻ പറ്റും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മാ ശബിഅതു മിൻ യൗമി കദാ വകദാ, ഇത്ര ദിവസമായി ഞാൻ മര്യാദക്ക് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട്, പിന്നെ എന്തിന് എനിക്കിതിൻ്റെ ആവശ്യം എന്താണ്? എൻ്റെ ജീവിതത്തിൽ ദഹനത്തിൻ്റെ ഒരു മരുന്നിൻ്റെ ആവശ്യം എനിക്കില്ല. കാരണം എല്ലാ ഭക്ഷണവും ദഹിച്ചു പോകുന്ന ശരീരമാണ്, ഭക്ഷണശീലമാണ് എനിക്കുള്ളത്. അപ്പം നോമ്പ് വന്നു കഴിഞ്ഞാൽ, റമദാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ ഭക്ഷണത്തിൻ്റെ സംസാരങ്ങളായിരിക്കരുത് മുഴങ്ങി കേൾക്കുന്നത്. അതൊരു സൈഡ് മാത്രമാണ്, വിശപ്പടക്കാനുള്ള ഒരു സൈഡ് മാത്രമായി ആ സംസാരം മാറണം. നമ്മളുടെ പെണ്ണുങ്ങൾക്ക് ഖുർആൻ ഓതാനും അതുപോലെ തന്നെ നമസ്കാരത്തിലും ഖിയാമുൽ ലൈലിലും തറാവീഹിലൊക്കെ പങ്കെടുക്കാൻ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവർക്ക് ശ്രദ്ധ കൊടുക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ ഭാര്യ വെച്ച് നീട്ടിയത് അത് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. പ്രവാചകൻ്റെ അടുത്ത് അദ്ദേഹം ഒരു സ്വഹാബിയെ കൊണ്ടുവന്ന്, ഒരു വിരുന്നുകാരനെയും കൂടി കൊണ്ടുവന്ന്, ചില നോമ്പ് തുറ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഓരോരുത്തരെ കൊണ്ടുവരും. പെണ്ണുങ്ങൾ എന്താണ് കാണിച്ചു കൂട്ടുന്നത്, അവരുടെ വെപ്രാളം എന്താണ്, അവരുടെ പ്രയാസം എന്താണെന്നൊന്നും നമ്മൾ നോക്കൂല. പക്ഷെ പ്രവാചകൻ ഒരു വിരുന്നുകാരനെ കൊണ്ടുവന്നിട്ട് ചെയ്ത സംഭവം നമുക്ക് ബുഖാരിയിൽ കാണാം. അദ്ദേഹം ഒരു വ്യക്തിയെ കൊണ്ടുവന്നിട്ട് ഭാര്യനോട് ചോദിക്കുകയാണ്, എന്താണ് ഇവിടെ ഉള്ളത്? 3 റൊട്ടിയുണ്ട് എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 5-6 കൂടി ഉണ്ടാക്ക് എന്ന് പറഞ്ഞില്ല. കാരണം ആ ഒരു ശൈലി ഇസ്ലാമിലില്ല. ഉള്ളതെന്താണോ, വീട്ടിലെന്താ ഉണ്ടാക്കുന്നത് അത് തന്നെ മറ്റുള്ളവരെ തീറ്റിക്കുക. നമുക്ക് ആതിഥേയത്വം ഭാരമായി മാറിയത് ഇല്ലാത്തത് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴാണ്. ഉള്ളത് കൊടുത്താൽ അത് തൃപ്തിപ്പെടുന്ന അതിഥിയും ആതിഥേയനും ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ആതിഥേയത്തിന് ഒരു പിശുക്കും ഒരു വൈമനസ്യവും നമുക്കുണ്ടായിരുന്നില്ല. ഇല്ലാത്തത് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ വന്നവനും പരാതി, തീറ്റിക്കുന്നവനും പരാതി എന്ന ശൈലിയിലേക്ക് മാറി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആ 3 റൊട്ടി എടുക്ക്, കറി എന്താ ഉള്ളത്? സ്വർക്കയാണുള്ളത്. സ്വർക്കയാണ് കറി. ഒരു ദിവസത്തെ കറി എന്ന് പറഞ്ഞാൽ സ്വർക്കയാണ്. അത് ഉണ്ടാക്കിയതൊന്നുമല്ല, അവിടെ ഉള്ളതാണ്, വീട്ടിലുള്ളൊരു ദ്രാവകം, അതാണ് അന്നത്തെ കറി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നു. അത് കൊണ്ടുവരാൻ പറഞ്ഞു. അത് മുക്കിയിട്ട് റൊട്ടി അദ്ദേഹം കഴിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, നിഅമൽ ഇദാമു അൽ ഖല്ല്, എത്ര നല്ല കൂട്ടാനാണ് ഈ ഹല്ല് എന്ന് പറയുന്നത്, ഈ സ്വർക്ക എന്ന് പറയുന്നത് എത്ര രസമാണ്. അതിങ്ങനെ നബി പറഞ്ഞുകൊണ്ടേയിരുന്നു. നബി ഒരിക്കലും നുണ പറയില്ല. ഇല്ലാത്ത, അനുഭവിക്കാത്ത, മനസ്സിൽ തോന്നാത്തൊരു കാര്യം നബി പറയില്ല. നബിക്കത് നല്ല കറിയായി തോന്നി. കാരണം എന്താണ്? ജീവിതത്തിൽ വിശപ്പ് അനുഭവിക്കുന്നവനാണ് കറികൾക്കും ഭക്ഷണത്തിനും രുചി തോന്നുക. അതിൻ്റെ ഉപ്പും കുറവും ഒക്കെ തോന്നുന്നവൻ എന്നും വയറിറച്ച് ഭക്ഷണം കഴിക്കുന്നതായിരിക്കും. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നല്ല കൂട്ടാനാണെന്ന് പറയുകയും
സ്വന്തം അതിഥിക്ക് അത് കൊടുക്കുകയും ചെയ്തു. ഇതിനാണ് നൊസീബോ എഫക്റ്റ് എന്ന് പറയാം. നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തലച്ചോറും നമ്മളെ ശരീരവും ആ ന്യൂനതക്ക് അനുസരിച്ചായിരിക്കും പെരുമാറാം. ഉപ്പുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഉപ്പിനെ ഫോക്കസ് ചെയ്യുന്ന രൂപത്തിലായിരിക്കും നമ്മളെ തലച്ചോറും നമ്മളെ ശരീരവും പ്രവർത്തിക്കുക. അപ്പോൾ നമുക്ക് ആ ഭക്ഷണത്തിനോട് വെറുപ്പാവും. അതുകൊണ്ട് നല്ലത് പറയണം, ഭക്ഷണത്തെ കുറ്റം പറയരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ റമളാനെങ്കിലും നമ്മൾ ഒരു ചാലഞ്ച്, നമ്മളെ ജീവിതത്തിൽ ഒരു ചാലഞ്ച് ഉണ്ടാക്കണം. നമ്മൾ ഈ റമളാൻ മുതൽ ഭാര്യ എന്താണോ ഉണ്ടാക്കി തരുന്നത് അതേ നമ്മൾ തിന്നുള്ളൂ. അങ്ങോട്ടൊന്നും പറയാത്ത രൂപത്തിൽ ഈ റമളാനെ മാറ്റാം. ഇത് ഫത്വയോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ, മറ്റേതൊക്കെ ഹറാമാണ്, വയറിറച്ച് തിന്നാലെ ഹറാമാണ്, അല്ലെങ്കിൽ 2-3 തരം ഭക്ഷണം കഴിച്ചാൽ ഹറാമാണ് എന്നൊന്നുമല്ല പറയുന്നത്. നേരെ മറിച്ച് നമ്മളുടെ ഈമാൻ കൂടാനുള്ള ഒരു പ്രവർത്തനം. റമളാൻ കറക്റ്റ് നമുക്ക് എഫക്റ്റീവ് ആവണമെങ്കിൽ, നമ്മൾക്ക് ആത്മനിയന്ത്രണവും സഹനശേഷിയൊക്കെ ഉണ്ടാവണമെങ്കിൽ അതിനുള്ള ഒരു ചാലഞ്ച് ആയിക്കൊണ്ട് നമ്മൾ എടുക്കണം. ഈ റമളാനിൽ നമ്മളുടെ ഭാര്യ എന്താണോ അവളുടെ സൗകര്യം അനുസരിച്ച് ഉണ്ടാക്കി തരുന്നത് അതേ നമ്മൾ കഴിക്കുള്ളൂ. നമ്മൾ ആരെങ്കിലും കൊണ്ടുവരികയാണെങ്കിൽ പോലും നമ്മൾ അമിതമായ ജോലി സ്ത്രീകളെ ഏർപ്പെടുത്തില്ല എന്നുള്ളത് തീരുമാനിക്കാൻ നമുക്ക് സാധിക്കും. രണ്ടാമത്തത്, നമ്മൾ ഒരു ഭക്ഷണേ റമളാന് കഴിക്കുള്ളൂ. ഒരു ജീരകക്കഞ്ഞി, അടുത്തത് ചോറ്, അടുത്തത് പലഹാരങ്ങൾ, ഇങ്ങനെ 3, 4, 5, 6 ഭക്ഷണം കഴിച്ച ശൈലി നബിക്കോ സ്വഹാബികൾക്കോ ഉണ്ടായിരുന്നില്ല. ഒരു ഭക്ഷണം, ആ ഒരു ഭക്ഷണത്തിൽ ഒതുക്കാൻ നമുക്ക് സാധിച്ചാൽ ഇഹലോകത്തും പരലോകത്തും നമുക്ക് ഗുണമുണ്ടാവുള്ളൂ. ഇഹലോകത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെ രോഗമൊക്കെ മാറിക്കിട്ടും, നമ്മൾക്ക് ശരീരത്തിൽ നല്ല ആരോഗ്യം കിട്ടും, നമ്മളുടെ കാഴ്ചയിൽ തന്നെ നമ്മളുടെ വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. പരലോകത്തെന്ന് പറഞ്ഞാൽ നമ്മൾ വിശന്ന് നടക്കുന്ന മഹ്ശറ ലോകം നമുക്കുണ്ടാവില്ല. നേരെ മറിച്ച് നല്ല സംതൃപ്തമായ രൂപത്തിൽ അവിടെ മഹ്ശറയിൽ നിൽക്കാനും അവിടെ വിശക്കുന്ന അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാനും നമുക്ക് സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള വിശ്വാസികൾ നമ്മളേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. സഹോദരന്മാരെ, നമ്മളുടെയൊക്കെ ജീവിതത്തിൽ വളരെ വലിയ പ്രാധാന്യം ഭക്ഷണമെന്ന് പറയുന്ന വിഷയം വഹിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും ഒരു വലിയ വിഷയമായിരുന്നില്ല സ്വഹാബികൾക്ക് അല്ലെങ്കിൽ നബിക്ക്. അതൊക്കെ നിലനിൽക്കാനുള്ളൊരു കാര്യം മാത്രമായിരുന്നു. അവരുടെ ജീവിതത്തിൽ കുറേ ചിന്തകൾ ഭക്ഷണത്തെ പറ്റി അവർക്ക് ഉണ്ടായിരുന്നില്ല. ഭാര്യ തലേ ദിവസം തന്നെ ചോദിക്കുകയാണ്, നാളെ എന്താണ് ഉണ്ടാക്കേണ്ടത്, നാളെ ഇന്നത് ഉണ്ടാക്കിയാൽ കുഴപ്പമുണ്ട്, ഇന്ന ആളുകൾക്ക് ഇന്നത് വേണോ, മക്കളോട് ഏത് ഭക്ഷണമാണ് നിനക്ക് വേണ്ടത് എന്ന് ചോദിക്കുന്ന ഒരു സംസ്കാരം യഥാർത്ഥത്തിൽ അവർക്ക് ഉണ്ടായിരുന്നില്ല. എന്താണോ വീട്ടിലുണ്ടാക്കുന്നത് അത് തിന്നുക എന്നുള്ള സംസ്കാരം നമ്മളെ വീട്ടിൽ നമ്മൾ വളർത്തേണ്ടതുണ്ട്. മക്കൾക്ക് ഓരോരുത്തർക്കും ഓരോ ഭക്ഷണം എന്ന് പറയുന്ന രീതി അത് തന്നെ അവരുടെ ശരീരത്തിനും അവരുടെ മനസ്സിനും അവരുടെ ആത്മീയതക്കുമൊക്കെ ദോഷകരമായി ബാധിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അലി റളിയല്ലാഹുവിൻ്റെ ഒരു സംഭവം നോക്ക്. ഒരു ദിവസം മദീനയിൽ അദ്ദേഹം ജീവിക്കുന്ന കാലഘട്ടത്തിൽ, നബിയുടെ കാലഘട്ടത്തിൽ, അദ്ദേഹത്തിന് വളരെ വിശന്നപ്പോൾ അദ്ദേഹം പുറത്തേക്ക് വന്നു. അദ്ദേഹത്തിന് സ്ഥിരമായി ജോലിയില്ല, നമ്മളൊക്കെ പോലെ സാലറി വാങ്ങുന്ന ഒരാളല്ല, കൂലിപ്പണി എടുത്തിട്ടാണ്. അലി റളിയല്ലാഹു ഒരു കൂലിപ്പണിക്കാരനായിരുന്നു. ഓരോ ദിവസവും ഓരോ പണിയാണ് ചെയ്തിരുന്നത്. ആ പണിയിൽ നിന്ന് കിട്ടുന്ന കാശ് എടുത്തിട്ടാണ് അദ്ദേഹം ജീവിച്ചത്. ലോകത്തെ ഏറ്റവും ഉത്തമനായ ഒരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ ജീവിതം അങ്ങനെയായിരുന്നു. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ നടന്നു പോകുന്നതിനിടയിൽ ഒരു പെണ്ണ് കിണറിൻ്റെ വക്കത്ത് ചെളിയായിട്ട്, ശരീരം മുഴുവൻ ചെളിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ആ പെണ്ണിന് കയറിട്ടുകൊണ്ട്, ഒരു കയറില്ല, ബക്കറ്റിൽ വെള്ളം കോരണമെങ്കിൽ, കിണറ്റിൽ നിന്ന് കോരണമെങ്കിൽ കയറില്ല. അപ്പോൾ ആ പെണ്ണിന് ശരീരം കഴുകാൻ പറ്റുന്നില്ല. അലി റളിയല്ലാഹു വന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് എത്ര വെള്ളം വേണ്ടതെന്ന് വെച്ചാൽ എടുത്തുതരാം, എന്താ നിങ്ങൾ എനിക്ക് തരാം കൂലി. അപ്പോൾ ആ പെണ്ണ് പറയുന്നത്, നിങ്ങൾക്ക് ദീനാറ് തരാം, ദിർഹം തരാം എന്നൊന്നല്ല, ഞാനൊരു ഈത്തപ്പഴം തരാം, ഒരു ബക്കറ്റിന് ഒരു ഈത്തപ്പഴം, അങ്ങനെ ഞാൻ തരാം. അങ്ങനെ അലി റളിയല്ലാഹു ബക്കറ്റ് പിടിച്ച് കിണറിന് അടിയിലേക്ക് ഇറങ്ങി ഓരോ കോരും എടുത്ത് മുകളിലേക്ക് പോയി അദ്ദേഹം ഈ പെണ്ണിൻ്റെ ബക്കറ്റിൽ ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് ആ പെണ്ണ് ആ ബക്കറ്റ് കൊണ്ടുപോയി കുളിച്ച് 8 ബക്കറ്റ് വെള്ളം അലി റളിയല്ലാഹു കിണറ്റിലേക്ക് ഇറങ്ങി എടുത്തു കൊടുത്തു. അദ്ദേഹത്തിന് 8 ഈത്തപ്പഴം കിട്ടി. ഒരു ദിവസത്തെ അദ്ദേഹത്തിൻ്റെ സമ്പാദ്യമാണ് ഈ പറയുന്നത്, ഒരു ദിവസത്തെ ജോലിയാണ് ഈ പറയുന്നത്. അദ്ദേഹം ആ 8 ഈത്തപ്പഴം എന്ന് പറഞ്ഞാൽ എത്ര കുറവാണെന്ന് നമുക്കറിയാം. അത് മുഴുവൻ അദ്ദേഹം തിന്നില്ല. അദ്ദേഹം അതും കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് പോയി. പ്രവാചകൻ അതിൻ്റെ പകുതി തിന്നു, മഹാനായ അലി റളിയല്ലാഹു അതിന് പകുതി തിന്നു. 4 ഈത്തപ്പഴം തിന്നിട്ടാണ് അന്നത്തെ അദ്ദേഹത്തിൻ്റെ കൂലി വിഭജിച്ചത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമുക്ക് കുറേ കഴിക്കേണ്ട ഒരു ആവശ്യമില്ല, നമ്മൾ ഭക്ഷണത്തെപ്പറ്റി ഓവറായി ചിന്തിക്കേണ്ട ഒരു ആവശ്യമില്ല. എന്താണോ ഉള്ളത് അത് തിന്നുക. നമുക്ക് വിശപ്പ് മാറിയോ, നിർത്തുക.
എന്താണോ ഒരു ഭക്ഷണമായിട്ട് ഒരു ദിവസം ഒന്ന്, അത് മതി. ഇതാണ് ഒരു മുസ്ലിമിൻ്റെ യഥാർത്ഥത്തിലുള്ള ഈമാനികമായ ഒരു സംസ്കാരം. ബാക്കിയുള്ളതൊക്കെ ഹറാമാണ് എന്ന് ഞാൻ പറയുന്നില്ല, അത് പ്രത്യേകം ഞാൻ ഓർമ്മപ്പെടുത്താണ്. അങ്ങനെ ഒരാൾ 2 ഭക്ഷണം കഴിച്ചുകൊണ്ടോ അല്ലെങ്കിൽ വയറ് നിറച്ച് കഴിച്ചുകൊണ്ടൊക്കെ അത് തെറ്റാണ് എന്നല്ല പറയുന്നത്. നേരെ മറിച്ച് ഇതാണ് യഥാർത്ഥത്തിൽ നമ്മളൊരു വീക്ഷണം, ഭക്ഷണത്തോടുള്ള ഒരു വീക്ഷണം, ഒരു ആത്മീയമായ വീക്ഷണം. ആ വീക്ഷണത്തിലൂടെ ഈ വരുന്ന റമളാൻ ധന്യമാക്കാൻ നമുക്ക് സാധിക്കണം. നമ്മൾ സ്വമേധയ ഭക്ഷണ മര്യാദകളും അതിൽ വെല്ലുവിളികളും ഏറ്റെടുക്കുക. ഈ റമളാനെങ്കിലും യഥാർത്ഥ രൂപത്തിൽ നോമ്പ്, ആത്മീയതയിൽ കേന്ദ്രീകരിച്ച നോമ്പ് നോൽക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള വിശ്വാസികൾ നമ്മളേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ രഹസ്യം പരസ്യവുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള വിശ്വാസിനികൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മെയും അള്ളാഹുവിൻ്റെ സ്വർഗ്ഗപൂങ്കാവനത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. പട്ടിണി മൂലം, ദാരിദ്ര്യം മൂലം, കടങ്ങൾ മൂലം, രോഗങ്ങൾ മൂലം ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാ വിശ്വാസികൾക്കും അള്ളാഹു ശമനവും സൗഖ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹു ബർക്കത്തുകൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളുടെ ഈ പള്ളിയുടെ നിർമ്മാണവും അതിൻ്റെ പരിപാലനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പങ്കുവഹിച്ച സഹോദരൻ, അദ്ദേഹത്തിൻ്റെ കുടുംബം, എല്ലാവിധത്തിലുമുള്ള പുണ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا لا تؤاخذنا إن نسينا واخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين 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 برحمتك يا أرحم الراحمين.